അഥർവൻ സിനിമയിൽ കാണുന്ന കൊട്ടവഞ്ചി ഇവിടെ ഉണ്ട് കേട്ടോ. യാത്ര നല്ല സുഖം, വെയിൽ കൊണ്ട് നടക്കായിരുന്നു. ഇതാണ് കൽമണ്ഡപം, രക്ഷയില്ല കേട്ടാ. അല്ല, ഹനുമാന്റെ ജന്മസ്ഥലമായ അഞ്ജനാദ്രി മല. ഇവിടെ കുറേ മണ്ഡപങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കുറേ അണ്ണാനുണ്ട് ഇവിടെ. അല്ല, നേരത്തെ കണ്ട പോലെ തന്നെ തൂണുകളും നല്ല കൊത്തുപണികളാണ് കേട്ടോ. ഇവിടെ നോക്കി കാണാം, ഓരോരോ വർക്കുകളുണ്ട്. ഫുള്ള് അന്നത്തെ കട്ടിങ്ങാണ്. മണ്ഡപമൊക്കെ അത് ഇരുന്ന് തുടങ്ങി. പിന്നെ അവിടെ ഒരു നന്ദിയുണ്ട്. ആ നന്ദിക്ക് ഒരു പ്രത്യേകത ഉണ്ട് എന്ന് വെച്ചാൽ വളരുന്നുണ്ട്. ആ കല്ല് വലുതായി വലുതായി വരികയാണ്. അതാണ് അതിന് പ്രത്യേകത കേട്ടോ. അതിൻ്റെ ഷേപ്പ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കല്ലൊക്കെ ഇവിടുന്ന് ചെത്തിയെടുത്തുള്ളതാണ്, ഇതൊക്കെ പണിതുള്ളതാണ്. മേലേക്ക് കണ്ടില്ലേ കേട്ടോ. ഒരു നന്ദിയുടെ അവിടേക്ക് എത്തിയിട്ടാ, കണ്ടില്ലേ കല്ല് വളരുന്നുണ്ട്. അവിടെയൊക്കെ നോക്കിയാൽ എന്താ അല്ലേ, അത് കാര്യങ്ങളുടെ സ്റ്റെപ്പ് കയറി മേലേക്ക് പോകാൻ പറ്റും. അവിടെ എന്തൊക്കെയുണ്ട് കാണാൻ. അപ്പോൾ ഇവിടെ കല്ലിൻ്റെ സ്റ്റെപ്പ് കയറിയിട്ടൊരു മണ്ഡപമുണ്ട്. അത് നമുക്കൊന്ന് പോയി നോക്കിയിട്ട് വരാം. അപ്പോൾ വെയിലും കൊണ്ട് ഇങ്ങനെ സ്റ്റെപ്പ് കയറി നടക്കട്ടെ ഞങ്ങൾ. അതിൽ രക്ഷയില്ല, അലച്ചൽ തന്നെയാണ് സംഭവം. ആ മണ്ഡപത്തിന് അവിടെ വരെ പോവാ, അത്ര തന്നെ പോകണുള്ളൂ. ഇവിടെ കുറേ ആട്ടും കാട്ടും കിടക്കുന്നുണ്ട്. ആട് വളർത്തുന്നൊന്നും ഇവിടെയുണ്ട്. ഓ, ഇതാണ് മണ്ഡപം, കരിങ്കല്ലിൻ്റെ മണ്ഡപം. ഇനിയും കയറി പോവാ, അത്ര മതി. ഞങ്ങൾ അത്ര കയറണുള്ളൂ കേട്ടോ. ഇതൊന്നും വേണ്ട. കരിങ്കല്ലിൻ്റെ മറ്റേ ചിത്രദുർഗ ഫോർട്ട് കാണാൻ പോയില്ലേ, അത് പിന്നെ വെച്ചൊക്കെ നോക്കി നോക്ക്. ഏഴായാലും അതിലൊക്കെ തോന്നി വരില്ല അല്ലേ. ഇയാൾ കാണാൻ നോക്കി ഗോപുരം. ഇത് രസമല്ല ഇവിടുന്ന് കാണാൻ, നല്ലൊരു വ്യൂ. കാലത്ത് ഒരുപാട് പേര് കയറി വരുന്നുണ്ട്. കൂടുതൽ സായിപ്പും മതന്മാരൊക്കെയാണ് കയറി വരുന്നത്. രസമുണ്ട് അവരെ കാണാം കേട്ടോ. ഫുള്ള് ട്രാവലിസ്റ്റ് മൈൻഡ്. ടൂറിസ്റ്റ് ഗാർഡ്. ഇപ്പോൾ 50 രൂപ നോട്ടിലുള്ള ആ ഫോട്ടോത്തിനെ പറയാം വിട്ടാള ടെമ്പിൾ കേട്ടോ. എന്താടാ എന്താടാ വെള്ളം ഉണ്ടല്ലോ അവിടെ, കുരങ്ങന്മാരുണ്ട്. അപ്പോൾ വിട്ടാള ടെമ്പിളിലേക്ക് പോകണ സ്ഥലം കേട്ടോ അതൊക്കെ. ഒരുപാട് പേരോട് കുളിക്കാനൊക്കെ ഉണ്ട്. നല്ലൊരു സ്ഥലം. ഇത് നോക്കിയാൽ കണ്ടോ, ഒരുപാട് പുഴയുണ്ട് കേട്ടോ, കുളിക്കാനൊക്കെ പറ്റും. അപ്പോൾ അങ്ങോട്ട് പോകണം. ഒന്ന് ഇറങ്ങണം. ഇപ്പോഴങ്ങണില്ല, കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട് ഇറങ്ങാം. ആദ്യം നമുക്ക് വിട്ടാള ടെമ്പിളിലേക്ക് പോവാം. ഇവിടെ ഒന്ന് കല്ലടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എവിടെ പോയാലും അമ്പലങ്ങളിൽ പോയി കാണാൻ പറ്റും. അങ്ങനെ കല്ലടക്കി വെക്കണം. ഹായ്, നമസ്തേ. ഇപ്പം നമുക്ക് കൈ തരണം. ഹായ്, അണ്ണാനല്ല പോണ്. 50 രൂപ ടെമ്പിള്. കുറേ ചിറ്റിക്കാണ്. ഈ കിളി ഉണ്ടല്ലോ അവിടെ. ഒരടുത്തേക്ക് വരുമോ? പ്രാവാണോ അത് വേറെ എന്തേലാണോ? പ്രാവല്ല, പ്രാവ് പോലത്തെ കിളിയില്ലേ. അപ്പോൾ ഈ നോട്ടിൻ്റെ ഉറവിടം തേടിയുള്ള യാത്ര കേട്ടോ. എത്താനായിട്ടുണ്ട്. പക്ഷേ ഈ വിട്ടാള ടെമ്പിളിൻ്റെ പോണ ആംബിയൻസാണ് അടിപൊളി കേട്ടോ. പുഴയുടെ ഇവിടെയൊക്കെ വൈബ്. ബാഗ് ഉണ്ട് കേട്ടോ. കിട്ടുന്ന ബാഗാണ്. രസമുണ്ട് കാണാം. അവിടെ മോനെ നമ്മളിപ്പോൾ ഒരു കല്ലിൻ്റെ മുമ്പിലേക്ക് എത്തി. നമ്മുടെ വയനാട് എടയ്ക്കൽ ഗുഹ പോലെ ഒരു സംഭവം കേട്ടോ. ഇവിടെ കുറേ
സ്റ്റാച്ചു ഒക്കെ ഉണ്ട് കേട്ടോ. കല്ലൊക്കെ അടുക്കി വെച്ചുള്ളതാണ്. അടിപൊളി മണ്ഡപം. യാത്ര അടിപൊളിയാണ്. കുറേ കച്ചവടക്കാർ വെള്ളരിക്ക, കുക്കമ്പർ, മാങ്ങ ഉപ്പിലിട്ടത് അങ്ങനെയൊക്കെ നല്ല കടാവുകളൊക്കെ കുറേ കാണാനൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. രസം തന്നെ കേട്ടോ. തരാൻ തോന്നുന്നു 2 കിലോമീറ്റർ പറഞ്ഞു. സോ നോക്കിയേ വൈബ്. എനിക്കിതവിടെ ഇഷ്ടമായത് ഈ അമ്പി യാത്രയിൽ ഇതാണ് കിക്ക് കിട്ടിയത് കേട്ടോ. അടിപൊളിയാണ്. പോലീസിൻ്റെ അറിയിപ്പുണ്ട് കേട്ടോ. ഡേഞ്ചർ, വെള്ളത്തിലിറങ്ങുന്നത് അപകടകരമാണ്, ആരും ഇറങ്ങരുത് എഴുതിയുണ്ട്. അപ്പോൾ ഇറങ്ങാൻ നിൽക്കണ്ട. ഞങ്ങൾ ഇറങ്ങുന്നില്ല. കാലൊന്നും നനയ്ക്കുക, പോരുക. ഇവിടെ ഒരു ശില്പം കിടക്കണം. നോക്കിയേ, കല്ല് കൊണ്ട് തള്ളിയുള്ള കേട്ടോ. നല്ല കുത്തുപണിയുള്ള കല്ലുകളാണ്. വേസ്റ്റായിട്ട് പുഴയിൽ കൊണ്ടിട്ടുള്ളതാണ്. അഥർവൻ സിനിമയിൽ കാണുന്ന കൊട്ടവഞ്ചി ഇവിടെ ഉണ്ട് കേട്ടോ. യാത്ര ചെയ്യാനൊക്കെ പറ്റും, പൈസ കൊടുക്കണം. വാവ്, അഞ്ചിൻ്റെ ഉള്ളിൽ കാണിച്ചു തരാം കേട്ടോ. മോളെ കൊണ്ടാണ് ബൈക്കിലാണ്. തിരയൊക്കെ ഉണ്ട് ചെറുതായിട്ട്. പാറക്കല്ലല്ലേ? അയ്യോ, സൈലൻ്റായുള്ള ഏരി നോക്കാം. നല്ല രസമാട്ടോ. പുഴയിലിങ്ങനെ കാല് നനച്ചിരിക്കാന്ന് പറയുമ്പോൾ കയ്യൊക്കെ തന്നെ നനയ്ക്കുമ്പോഴേ നല്ല സുഖം. വെയിൽ കൊണ്ട് നടക്കായിരുന്നു. ത്രില്ല്, രസം, നല്ല എക്സ്പീരിയൻസ് കേട്ടോ. ത്രില്ലാണ്, അടിപൊളി. നല്ല എൻജോയ് ചെയ്യാന്നറിയില്ല. 2-3 പേരും കൂടി കൂട്ടുകാരുണ്ടെങ്കിൽ പൊളിയായിരിക്കും കേട്ടോ. അമ്പി യാത്രയിലെ ഈ ഒരു ആംബിയൻസ് അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഇതാ കൊട്ടവഞ്ചി 300 രൂപ ഒരു വഞ്ചിക്ക് വരും കേട്ടോ. 300 രൂപ. അപ്പോൾ 300 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ഇതിലൊന്നും കറക്കും. അപ്പോൾ ഫാമിലി ആയിട്ടൊക്കെ വരുന്നവർക്കൊക്കെ വേറെ എക്സ്പീരിയൻസ് ആയിരിക്കും കേട്ടോ. ഹമ്പി മൊത്തം കാണുമ്പോൾ ഒരുപോലെ തോന്നും, പക്ഷേ ഈ ഒരു ആംബിയൻസ് ഡിഫറെൻ്റ് ആയിട്ട് തോന്നും കേട്ടോ. ഇതെന്താ ടാർ ഒഴുക്കി വെച്ചുള്ളതാണോ? ടാറാണ്. ടാറെന്താ പശ എന്താ തോന്നുന്നു. പൊളിഞ്ഞതൊക്കെ പശ വെച്ച് അടച്ചിട്ടുണ്ട്. ഓട്ട ഉണക്കാൻ വെച്ചേക്കുന്നുണ്ട്. പക്ഷെ എന്താ സ്റ്റെപ്പ് കയറാം. അയ്യോ പാവും, ഒരുപാട് ആൾക്കാരിക്കണല്ലോ അവിടെ. ഇവിടെ ഒരു അമ്പലം ഉണ്ട് കേട്ടോ മലയുടെ മേലെ. എത്ര കയറുമല്ലേ? അതെല്ലാം കയറി ഇറങ്ങുമ്പോൾ ഒരു സമയമാവും. നാരങ്ങനെയാന്ന് തോന്നുന്നല്ലേ? നടക്കാം. ഇവിടെ ഒരു ചെറിയൊരു മണ്ഡപം ഉണ്ട് കേട്ടോ. ചെറിയ ക്ഷേത്രം. അപ്പോൾ ഇങ്ങോട്ട് കയറുമ്പോൾ ഇഷ്ടിക കൊണ്ടൊക്കെ പണിതുള്ള കേട്ടോ. നോക്കി കാണാം ഇഷ്ടിക. സൂര്യ അടിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ ഒരു സംഭവം കണ്ടു കേട്ടോ. വെറൈറ്റി ഞാൻ കാണിച്ചു തരാം. ഇവിടെ കുറേ ശില്പങ്ങളുണ്ട്. ഇതാ വിഷ്ണുവിൻ്റെ ഒരു ശില്പം കല്ലിൽ കൊത്തി വെച്ചേക്കണം. രസമായിട്ടുണ്ട് കേട്ടോ. ഇവിടെ കുറേ ശില്പം ഉണ്ടായിരുന്നു കേട്ടോ. തകർന്നു കാര്യങ്ങളുടെ ഫില്ലറുണ്ടോ. നല്ല രസമായിട്ട് ഇവിടെ നോക്കാൻ. उधर में ಕಲ್ಲಿನ ರಥ ಒಂದು ಕಂಬದಲ್ಲಿ 16 ಕಂಬ ಒಂದು ಕಂಬದಾಗ 16 ಕಂಬ. उधर टेंपल विठाल टेंपल. ओके ओके काम സൈഡ്. ഓക്കെ പറഞ്ഞു. കുറേ മണ്ഡപങ്ങൾ, കൽമണ്ഡപം അന്നത്തെ വിശ്രമിക്കാൻ. സായിപ്പ് മതന്മാർ ഇതിങ്ങനെ വരുന്നത്. അവരങ്ങനെ വളഞ്ഞിങ്ങനെ വന്നോടാ. ആ അവരോട് പോകുന്നു വേണ്ട. അവർ പാവങ്ങൾ. അവരുടെ ആടുകളാണ്. അവർ വീടടിക്കാൻ തോന്നുറ. മാറ്റി പിടിച്ചോ. അത് കണ്ടോ പൊളിഞ്ഞിട്ട്. പക്ഷെ ചെറിയ ചെറിയ മണ്ഡപം ഉണ്ട് അവിടെ.
കുറേ നടക്കാൻ കേട്ടാ. 2 കിലോമീറ്റർ പറഞ്ഞു, 1 കിലോമീറ്റർ പോലും ആയിട്ടുള്ളൂ. ഇതൊക്കെ നോക്കിയേ, മേൽക്കൂരൊക്കെ പൊളിഞ്ഞു അല്ലേ. കരിങ്കല്ല് മാത്രം ഉണ്ട്, കല്ലേറെ നിൽക്കണതാ. മഴ കൊണ്ട് അതും പൊളിഞ്ഞുണ്ടോ. അയ്യോ അവിടെ നോക്കിയടാ, എന്ത് രസമല്ലേ. ഉണ്ടോ കുറേ പാറക്കല്ലുകൾ, അതിൻ്റെ ഇടയിൽ കുറേ മണ്ടങ്ങൾ കണ്ടോ. ഇവിടെയാണ് ഒന്നും കൂടിയും വൈരാഗ്യം തീർത്തുള്ളത് കേട്ടോ. മണ്ഡപത്തിനോടൊക്കെ കണ്ടോ, ഒക്കെ തല്ലി തകർത്തുണ്ട്. അവിടെയും കാണാം കുറേയൊക്കെ മണ്ഡപങ്ങൾ കടിച്ച് പൊളിച്ചടിക്കുന്നുണ്ട്. നമ്മൾ നടക്കുക തന്നെ. ആ നോട്ടിൻ്റെ ഭാഗം എവിടെയാണാവോ, എളുപ്പമല്ല നടക്കാം. നമ്മൾ ഇന്ത്യക്കാരല്ലേ, ഫാമിലി മാൻ. സൈക്കിൾ എടുത്ത് വന്നേക്കണം നോക്കിടാ, ആൾക്കാർ സൈക്കിള്, പിള്ളേര്. അയ്യോ, നമ്മൾ മഹാരാഷ്ട്ര ടീംസ് കേട്ടോ. ഫാമിലി എല്ലാം നല്ല ഫാമിലി ആൾക്കാരാണ് മഹാരാഷ്ട്ര. ഒരുപാട് പേരുണ്ട് ഒരു യാത്രക്ക് ഇറങ്ങുമ്പോൾ. വേറെ മണ്ടമ്മൾ കുറേ. എൻ്റെ അമ്മോ, ഇത് എവിടെയാണാവോ. വലിയൊരു കരിങ്കല്ലിൻ്റെ സ്തൂപം. ഇവിടെ ഇങ്ങനെ ശബരിമല പോലെ ഫീൽ ചെയ്യുന്നത്, പടിക്കെട്ട് കല്ലിൻ്റെ. ഇത് ഇവിടെ നിന്ന് തന്നെ കൊത്തിയെടുത്തിട്ടേ പണിത് വെച്ചുള്ളതാണ്. ആ മല കണ്ട, അവിടെ കുറേയൊക്കെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇവിടെ മൊത്തം കാടായിട്ടാ, മണ്ടൊക്കെ കാട് പിടിച്ച് കിടക്കാനല്ലോ. ഇത് വൃത്തിയാക്കിയില്ല തോന്നുന്നു, ഇതൊക്കെ പൊളിച്ചടിക്കില്ല കേട്ടോ. എന്താ നോക്കിയല്ലേ, ഫുള്ളും പച്ചപ്പായിട്ടാ ഇവിടെ. ആംബിയൻസ് ഒക്കെ ഒന്ന് മാറിയില്ലടാ ഇവിടെ. അയ്യോ, 2 കിലോമീറ്റർ ഒന്നല്ല, 3-4 കിലോമീറ്റർ തോന്നുന്നു. നടന്ന് വയ്യാണ്ടായി. ഇതെന്താണ്, കുറച്ച് ഗേൾസ് അങ്ങോട്ട് പോയിട്ടുണ്ട്, അവർ പിന്നാലെ അങ്ങനെ കൂടിയൊക്കെയാണ്. അതായത് അവർ ഇസ്രായേലാന്ന് തോന്നുന്നു, ഇസ്രായേലേക്കും തോന്നുന്നു. നല്ല ഫ്രണ്ട്ലി ആയി സംസാരിച്ചു. അപ്പോൾ നമ്മൾ ഫ്രണ്ട്ലി സംസാരിച്ചു, പക്ഷെ അവർ പിടിക്കാൻ കിട്ടുന്നില്ല, ഭയങ്കര ഫാസ്റ്റാണ്. നമ്മളൊരു മണ്ഡപം കണ്ട് പോയിട്ട് അവരെ ഒറ്റ ലക്ഷ്യമുള്ളവർക്ക് ആ 50 രൂപയുടെ നോട്ടിൻ്റെ അടിക്കുള്ള ആ ടാർഗറ്റ് സ്പീഡ് വലിഞ്ഞ് നടക്കണം. അയ്യോ, ഇവിടെ കുറേ വെള്ളങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, വെള്ളം കെട്ടിക്കണൊക്കെ ഉണ്ട്. ഇത് കണ്ടില്ലേ, ഇതാ വേറൊരു മണ്ഡപം കേട്ടോ. അതുപോലെ ഇവിടുന്ന് കല്ലൊക്കെ ചെത്തിക്കൊണ്ടുള്ളതാണ്. വന്ന വഴി കേട്ടാ, ഇനി അത്രയും നടന്നങ്ങോട്ട് പോകണം, എളുപ്പമല്ല. കല്ലുമഴ അടിയിൽ കണ്ട കൊത്തി വെച്ചേക്കുന്നത്. ഈ മണ്ഡപത്തിന് മേൽക്കൂര ഇഷ്ടികയായിരുന്നു, അത് പൊളിച്ചെടുത്തു. കരിങ്കല്ല് പൊളിക്കാൻ പറ്റിയില്ലെന്ന് തോന്നുന്നു, അങ്ങനെ ഇട്ടു. വേറെ മണ്ഡപം കേട്ടോ. വേറെ സ്ഥലം എത്തിയിട്ടോ, നല്ല ഇത് കഴിഞ്ഞ പറഞ്ഞ പോലെ. ആ പിള്ളേർ ചോദിക്കല്ലോ, ഇത് അവസാനല്ലേ ഇവിടെ ആകെ കൽമണ്ഡപങ്ങളല്ലോ. ഇതില്ലാണ്ട് തിരിച്ചു പോകാൻ പറ്റില്ല. അപ്പോൾ ഒരു മണ്ഡപത്തിനോട് എത്തിയിട്ടാ, ഏകദേശം നമ്മൾ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കഴിഞ്ഞു. ഇവിടെയൊക്കെ തകർന്നു പോയിട്ടുള്ള ക്ഷേത്രങ്ങളാണ്. ഇപ്പോൾ പോണ പിള്ളേർ നമുക്ക് വഴി കാണിച്ചു തന്നു. അവിടെ കാണുന്നൊരു മല കണ്ട, അതാണ് അഞ്ജനാദ്രി കേട്ടോ, ഹനുമാൻ്റെ ജന്മസ്ഥലമായ അഞ്ജനാദ്രി ആ മലയാണ്. പക്ഷെ പോവുക എളുപ്പമല്ല, വേറെ വഴി വളഞ്ഞു പോകണം, അതിന് റിസ്ക്കാണ്. അപ്പോൾ അങ്ങനെ സ്ട്രെയിറ്റ് അങ്ങനെ പോയിട്ടൊക്കെ വേണം പോവാൻ. ഫുള്ള് മണ്ഡപങ്ങൾ കണ്ട ഇഷ്ടിക കൊണ്ട് പണിതുള്ള കേട്ടോ, ഒക്കെ പൊളിഞ്ഞു പോയി. ഹംപിയിലൊക്കെ ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ്സ് എന്ന് പറയുമ്പോൾ ഈ 50 രൂപയുടെ നോട്ടുള്ള ഈ ഒരു മണ്ഡപങ്ങളാട്ടോ. ഇതാണ് ഹംപിയിലേക്ക് വരുമ്പോൾ എല്ലാവരും കാണാൻ വരുന്ന മെയിൻ സ്ഥലം. ഇവിടെ വണ്ടിയിൽ കൊണ്ടുപോകില്ല പല സ്ഥലങ്ങളിലേക്കൊക്കെ. എനിക്കൊരു മണ്ഡപം. നമ്മൾ മെയിൻ ക്ഷേത്രത്തിനവിടെ എത്തിക്കഴിഞ്ഞു. ഇതൊരു ക്ഷേത്രമാണ്, പക്ഷേ ഉള്ളിൽ ക്യാമറ ലോഡൊന്നുമില്ല, പുറത്ത് നോക്കി കാണാൻ പറ്റും, നല്ല രസമാണ് കാണാം. അപ്പോൾ ഇതല്ല, കുറച്ചുകൂടി മുന്നോട്ട് പോയാലാണ് ആ ക്ഷേത്രം കാണാം.
കൂട്ടുകാർ പോയിട്ടുണ്ട്, അവർ കാണിച്ചു തരാം നമുക്ക് വഴി. ഇവിടൊക്കെ നോക്കിയേ, ഒക്കെ പൊളിച്ചിട്ടേക്കുന്നു. കരിങ്കല്ല അടിച്ച് പൊളിച്ചാൽ തോന്നുന്നു. ആ ഭാഗ്യം ഒന്ന് ബോംബ് കണ്ടുപിടിക്കാത്തതല്ലേ. ഇതൊക്കെ എല്ലാം പരിസാക്കിട്ടാനെ, കാരണം ആരോഗ്യപരമായിട്ട് പൊളിച്ച കാരണം ഇത്ര പൊളിഞ്ഞുള്ളൂ. വണ്ടി ഉണ്ടല്ലോ അവിടെ, ഈ B1 നമ്പറല്ലോ. ആ തോന്നണ ഇവിടെ ഒരു കിണറാ. ഇത് നനയ്ക്കാണോ? നനയ്ക്കാലോ. ഇത് വേറെ ടീമാടാ. ആ വായോ, എന്താ അല്ലേ, തഞ്ചാവൂർ പോലെ ഉണ്ടല്ലേ, മറ്റേ ഗംഗയെ കൊണ്ട് ചോളാവൂരല്ലേ ആ പണി പൂർത്തിയാക്കാണ്ട് പോയ അതുപോലെ ഫീൽ ചെയ്യണം. എവിടെയാടാ 50 രൂപ? ഇവിടെ ആൾക്കാർ നിറഞ്ഞല്ലോ. ഇവിടെ ക്ഷേത്രം ഉണ്ടല്ലേ, ഇത് എത്തിയിട്ട് നമ്മള് ഇത് പൈസ ഉണ്ടോ? സ്കാനിങ് കാണിക്കണ്ടല്ലോ. ഇനി ഇതാവോടാ टिकट कितना रुपीस? 40 रुपीस एक आदमी 40. ആ ടിക്കറ്റ് ഉണ്ടല്ലേ. ആ ടിക്കറ്റ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ 50 രൂപയിലെ ആ മണ്ഡപം എത്തിയിട്ടോ. അപ്പോൾ ഇതാണ് ആ മണ്ഡപം കേട്ടോ. ഏകദേശം 40 രൂപ ടിക്കറ്റിന് റേറ്റ് ഉണ്ട്. അപ്പോൾ 2 ആളാവുമ്പോൾ 80 രൂപ അങ്ങനെ ടിക്കറ്റ് തന്നിട്ടുണ്ട് കേട്ടോ. ടിക്കറ്റ് എടുത്തുകൊണ്ട് കയറണം. അപ്പോൾ ഉള്ളിൽ ആൾക്കാരൊക്കെ ഉണ്ട്, ടിക്കറ്റ് കൊടുക്കാം മോനെ. അമ്മേ പൊളിച്ചു കേട്ടോ. ഒരാഗ്രഹമായിരുന്നു കേട്ടോ ഇത് വരണമെന്ന്, ആഗ്രഹം സാധിച്ചു കേട്ടോ. ഇത്തിരി കഷ്ടപ്പെട്ടുകൊണ്ട് എത്താനൊക്കെ ആയിട്ട് അത് നമ്മൾ എത്തി. ഏകദേശം അതന്നെ. ആ അപ്പോൾ ഇതാട്ടോ 50 രൂപയിൽ കാണുന്ന ആ രഥം. അങ്ങനെ നമ്മൾ ഈ നോട്ടിൻ്റെ എവിടേക്ക് എത്തിക്കഴിഞ്ഞു കേട്ടോ. അല്ല രഥമാണത്. മേൽഭാഗമൊക്കെ പൊളിഞ്ഞു പോയി. അല്ല ഒരുപാട് കാലത്തൊരു ആഗ്രഹമായിരുന്നു ഇങ്ങോട്ടൊക്കെ ഒന്ന് വരണമെന്ന്. അപ്പോൾ അത് നടന്നു. ഞങ്ങളെന്തായാലും ഈ നോട്ടിൻ്റെ എവിടേക്ക് എത്തുമ്പോൾ ഹംപി മൊത്തം ഒന്ന് കറങ്ങിയിട്ടാണ്. ഇത് മൊത്തം കറങ്ങി ലാസ്റ്റ് നമ്മൾ കണ്ടെത്തിയത് 40 രൂപ എൻട്രൻസ് ഫീസൊക്കെ ഉണ്ട് കേട്ടോ. ചുറ്റുഭാഗം കണ്ടില്ലേ, ഒരുപാട് മണ്ഡപങ്ങളാണ്. ഇതൊക്കെ മേൽഭാഗമൊക്കെ തകർന്നു പോയി. രക്ഷയില്ലട്ടോ, അടിപൊളിയിട്ടോ. ഉള്ളിലേക്ക് ഒന്ന് കയറിയിട്ട് വരാം. ഇവിടെ കണ്ടില്ലേ മേൽഭാഗം ഫുള്ളും ഇല്ല, ഇഷ്ടി കൊണ്ട് പണിതുള്ളതാണ്. അടിഭാഗം മാത്രം കരിങ്കല്ല് കൊണ്ട് പണിതിട്ട്. ഇതിൻ്റെ ചുറ്റൊക്കെ ഒന്ന് കറങ്ങിയിട്ട് വരാട്ടോ. ഒരുപാട് കൊത്തുപണിയുള്ളൊരു ക്ഷേത്രമാട്ടോ അതൊക്കെ. ഇതൊന്നും പൊളിച്ചില്ല കേട്ടോ. തൂണൊക്കെ ഒന്ന് പൊളിച്ചിരുന്നെങ്കിൽ എന്തായേനല്ലേ, അതിന് ഭംഗി ഒന്നുകൂടി പോയേനെ. കൊത്തുപണിയൊക്കെ കണ്ടില്ലേ പുറത്തെ. സൈഡ് ഭാഗങ്ങൾ കേട്ടോ മൊത്തം. ഉള്ളിലേക്ക് കയറാൻ പറ്റും, നമുക്ക് ഉള്ളിലേക്ക് കയറാം. ഒന്ന് സൈഡൊക്കെ ഒന്ന് നമുക്ക് റൗണ്ട് അടിക്കാം. എല്ലാവരും ഒരു മണ്ഡപത്തിനുള്ളിൽ കുറേ ആൾക്കാർ വന്നിരിക്കുന്നുണ്ട്. സമയം ഇപ്പോൾ ഒരു 3 മണിയായി. ഇതിൽ തിരിക്കണം വേഗം. ഇതിൻ്റെ ബാക്ക് സൈഡാട്ടോ കണ്ണ്. പിന്നെ ഇവിടെ വേറെ എന്തൊക്കെയുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് റൗണ്ട് അടിക്കാം. ഇവിടെ ഒരു കല്ലിൻ്റെ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു സംഭവം ഉണ്ട് കേട്ടോ. നോക്കിയിട്ട് വരാം എന്താണെന്ന് നോക്കാം അവിടെ പോയിട്ട്. കരിങ്കല്ല് കെട്ടിയേക്കണ കണ്ടോ, പുതിയ കെട്ടാൻ തോന്നുന്നു കേട്ടോ. നോക്കിയേ പൊളിഞ്ഞ് കിടക്കണത്. ഇപ്പോൾ പൊളിഞ്ഞ് വീണില്ല കേട്ടോ, മുന്നേ പൊളിഞ്ഞല്ല. നല്ല കൊത്തുപണിയുള്ള അടിപൊളി കേട്ടോ. എന്താക്കിയത് ശില്പം ചെറിയൊരു ഇത് കൊത്തി വെച്ചിട്ടുണ്ട്. നല്ല കല്ല. അയ്യോ, ഞാൻ വേറൊരു സസ്പെൻസ് കാണിച്ചു തരാം. അമ്മേ, എല്ലാം കൂടി ഒന്നും എനിക്ക് വീഡിയോ സെപ്പറേറ്റ് ഒന്നും പിടിക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. ഇത് കയറാൻ പറ്റില്ലടാ, കയറാൻ പറ്റില്ല. ഇവിടെ കയറാം. കല്ലിങ്ങനെ അട്ടക്കി വെച്ചേക്കാട്ടോ, പാറക്കല്ല്. കാണണ്ട, രഹസ്യമായിട്ട് നിൽക്കാമല്ലോ, അങ്ങ് അടിച്ചോടിത്തു. അയ്യോ എന്താ എന്താടാ. ഓ ഗായ്സ്, ഹനുമാൻ്റെ അഞ്ജനാദ്രി ആയിട്ടാണ് കാണുന്നത്. അഞ്ജനാദ്രി മല, ഹനുമാൻ്റെ ജന്മസ്ഥലമായ അഞ്ജനാദ്രി മല. അതായത് നമുക്ക് അങ്ങോട്ട് പോവാൻ പറ്റും, പക്ഷെ വളഞ്ഞ് വേണം പോകാൻ. ഒരു പുഴയുണ്ട് അവിടെ, അതിനൊന്നും പോകാൻ പറ്റില്ല. അപ്പോൾ വളഞ്ഞ് വേണം പോകാൻ. എന്നാലും മല ഒന്നും കയറാൻ ഉദ്ദേശിക്കുന്നില്ല. എന്തായാലും
അഞ്ജനാദ്രി മല കാണാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു, അത് ഞാൻ കണ്ടുവിടുന്നു കേട്ടോ, അത് മതി. കണ്ടില്ല എന്ത് രസം നോക്കി കാണാൻ അഞ്ജനാദ്രി. ഇവിടെയൊക്കെ ഒരുപാട് ഇങ്ങനെയൊക്കെ വളഞ്ഞിട്ടാണ് പോവാൻ. ഞാനിപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പൊളിഞ്ഞ ക്ഷേത്രമുണ്ട് ഇവിടെ ഇങ്ങനെ തകർന്ന് വീണത്, അതിൻ്റെ മേലെ കയറി നിൽക്കുകയാണ്. അതിന് മേലെ കയറി നിന്ന് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അഞ്ജനാദ്രി മല ശരിക്കും ഇവിടുന്ന് കാണാൻ പറ്റുള്ളൂ. ഗായ്സ്, അപ്പം നമ്മൾ വന്ന സ്ഥലത്തേക്ക് തിരിച്ചെത്തിട്ടോ. ബസ് ഇറങ്ങിയത് അവിടെ നിന്ന് എത്തിയില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഹംപിയിൽ നിന്ന് മടങ്ങുകയായി. ഇനിയിപ്പോൾ ഹംപിയിൽ അധികം നിൽക്കണമൊന്നുമില്ല, വേണ്ടപ്പെട്ട സ്ഥലങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അഞ്ജനാദ്രി മല ദൂരെ നിന്ന് കണ്ടു, പിന്നെ അമ്പേരുപാട് നോട്ടിൻ്റെ സ്ഥലം കണ്ടു, പിന്നെ മൊത്തത്തിലൊന്ന് ചുറ്റിക്കറങ്ങി. ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഹംപി കാണാൻ. ഇന്നത്തെ സമയം കളയാനില്ല, തിരിച്ച് യാത്ര പോകണം. കട അവിടെയെന്ന് തോന്നുന്നു, അവിടെ അല്ലേ? ഓട്ടോ സർവീസാണ് എല്ലായിടത്തേക്കും എത്തിച്ചു തരും ഇവിടുത്തെ കടകളാട്ടോ അതൊക്കെ.